ഹായ് ഫ്രണ്ട്സ്, ജാക്സിനെ ബ്രദേഴ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. അപ്പോൾ നമ്മളൊന്നൊരു ചെറിയൊരു അപ്ഡേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ കുറേ ജോഡിയിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എഗ് ചെയ്ത് വിരിഞ്ഞ് ഏകദേശം കുറച്ച് മിക്ക ജോഡികൾക്ക് കുഞ്ഞുണ്ട്. പിന്നെ 2-3 കുഞ്ഞുങ്ങൾ ചത്തുപോയി. കാരണം ഭയങ്കര ചൂടാണ്, പാരൻസിന് ക്ഷീണമായപ്പോൾ അങ്ങനെ 2-3 കുഞ്ഞുങ്ങൾ ചത്തുപോയി. ഇപ്പം നിലവിലുള്ള കുഞ്ഞുങ്ങളെയും പാരൻസിനെയൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പം നമ്മൾ ആ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവർ ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഫസ്റ്റ് ജോഡി, നമ്മുടെ കൊണ്ടയിലൊരു ജോഡി. ഇവർക്ക് 2 കുഞ്ഞ് വിരിഞ്ഞാണ്. അതിൽ ഇളയ കുഞ്ഞ് ചത്തുപോയി. പക്ഷെ കൊണ്ടയിലല്ല അടിച്ചത്, ജാക്കിപ്പുള്ളിയിൽ നല്ലൊരു അടിപൊളി കുഞ്ഞ് ഉറപ്പുണ്ട്. ഒരു കുഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇവരാണ് ഫസ്റ്റ് ജോഡി. രണ്ടാമത്തെ ജോഡി വന്നിട്ട് നമ്മുടെ ജാക്കിറക്കുള്ള ഇവർക്കും 2 കുഞ്ഞുണ്ട്. 2 കുഞ്ഞ് വെച്ചാൽ ഇത് നമ്മുടെ മശപ്പുള്ളിയുടെ കുഞ്ഞാണ്. അത് ഒരു കുഞ്ഞെ നോക്കിയുള്ളൂ, അപ്പോൾ ഇവർക്ക് മാറ്റി വെച്ച് കൊടുത്തു. ഇത് ഇവരെ ജോഡി തന്നെയാണ്. പിന്നെ ഇവരെ ഇളയ കുഞ്ഞും ചത്തുപോയി. അതുകൊണ്ട് നമ്മൾ മുട്ടയല്ല, വേറെ കുഞ്ഞിനെ നമ്മളിങ്ങോട്ട് മാറ്റിച്ചെന്നേ ഉള്ളൂ. അപ്പം മൂന്നാമത്തെ ജോഡി വന്നിട്ട് നമ്മൾ ജാക്കിപ്പുള്ളിയിൽ മെയിലും വെള്ളയിൽ ഫീമെയിലാണ്. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുക, അതാണ് കുറച്ച് ഡാർക്ക്. ഇവർക്ക് 2 കുഞ്ഞിരിപ്പുണ്ട്. ഇളയ കുഞ്ഞ്, ഒരു മൂത്ത കുഞ്ഞ്. നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ്. അടുത്ത ജോഡി വന്നിട്ട്, ജോഡിയല്ല, നമ്മൾ ഇതിനൊരു ഫീമെയിൽ ഇട്ടിരുന്ന് കുഞ്ഞ് വിരിഞ്ഞ് കുഞ്ഞ് ചത്തുപോയി. അതുകൊണ്ട് പിന്നെ നമ്മൾ ജോഡി സെറ്റ് പൊട്ടിച്ച് അടുത്ത നമ്മൾ ഇതിൽ കുറച്ച് പ്രാവ് നമുക്ക് ജോഡി സെറ്റ് ഉണ്ട്. അപ്പോൾ അവരെ കൂടെ സെറ്റ് ചെയ്യാന്ന് വെച്ച പ്ലാനിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം അടുത്ത ജോഡി കാണിച്ചു തരാം. ഇതാണ് നമ്മൾ അടുത്ത ജോഡി. ജാക്കിപ്പുള്ളിയിൽ മെയിലും ജാക്ഷയിൽ ഫീമെയിലും. ഇവർക്ക് ഒരു കുഞ്ഞിതായ ഇവിടെ ഇരിപ്പുണ്ട്. അടുത്ത ജോഡി കാണിച്ചു തരാം. അടുത്തത് നമ്മളെ ഫുൾ ജാക്ക് ജോഡിയാണ്. നമ്മൾ എല്ലാ ജോഡി സെറ്റ് ചെയ്യുന്ന സമയത്ത് ജോഡി ഇട്ടപ്പോഴ് എഗ്ഗിന് റിസൾട്ട് ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ സെറ്റ് പൊട്ടിച്ച് ഒന്ന് മാറ്റിയിട്ട് 2 മുട്ടയിട്ട് ഒരു 2 ദിവസമായതേ ഉള്ളൂ കുഞ്ഞ് ഇരിങ്ങിയിട്ട്. അപ്പോൾ അവർ 2 കുഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മളടുത്ത ജോഡി നമ്മളെ വലിയാണ്. നമുക്ക് എഗ്ഗ് ചെയ്തായിരുന്നു, പക്ഷേ കുഞ്ഞ് ചത്തുപോയി. അതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ബാക്കിയുള്ള ജോഡി സെറ്റ് ചെയ്യുമ്പോൾ അവരോട് നമ്മൾ അടുത്ത ജോഡി വീട് സെറ്റ് ചെയ്യണമായിരിക്കും. പിന്നെ ഇവരും അതേപോലെ തന്നെ ഫസ്റ്റ് ജോഡി സെറ്റ് ചെയ്തപ്പോൾ എഗ്ഗ് ഇട്ടില്ലായിരുന്നു. പിന്നെ സെറ്റ് പൊട്ടിച്ച് രണ്ടാമത് നമ്മളൊന്നും കൂടി ജോഡി ഇട്ട് അറിയണമല്ലോ. അപ്പോൾ എഗ്ഗ് ചെയ്ത് 2 എഗ്ഗ് ചെയ്തിട്ടുണ്ട്. എഗ്ഗ് റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇവരാണ് ആ ജോഡി. ഇത് നമ്മളടുത്ത ജോഡി നമ്മളന്ന് സെറ്റ് ചെയ്തൊരു ജോഡിയാണ്. നമ്മളെ തിരുച്ചി ലൈൻ. അവർക്കും 2 കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട്. ചാമ്പ മെയിൽ, സബ്ജ ഫീമെയിൽ. 2 കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട് അവർക്കും. നമ്മളെ തിരുച്ചി ലൈനാണ്. അടുത്ത ജോഡിയാണ്. അടുത്ത ജോഡി നമ്മളെ ചാമ്പ ജോഡിയാണ് കേട്ടോ. കോയമ്പത്തൂർ മെയിലും നമ്മളെ ഫീമെയിലും. പക്ഷെ അവർക്ക് 2 കുഞ്ഞടിച്ചെന്ന് പറയുന്നത് വെറൈറ്റിയിലാണ് ഒരു കുഞ്ഞടിച്ചത്. ഒന്ന് ഗുല്ലി റക്കിലാണ് ഒരു കുഞ്ഞടിച്ചത്. അതായത് വഴി എന്നാണ് തോന്നുന്നത്. ഇളയ കുഞ്ഞ് വന്നിട്ട് ചാമ്പശായിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇവരൊരു ജോഡി. അടുത്ത ജോഡി വന്നിട്ട് നമ്മളെ കാശ്മീരി ചാമ്പ ജോഡിയാണ് കേട്ടോ. ഒരു ഫീമെയിൽ, ഒരു മെയിൽ. ഒരു കുഞ്ഞേ ഉള്ളൂ. ഒരു കുഞ്ഞ് ചത്തുപോയി. കാശ്മീരത്തെ ചാമ്പയിൽ തന്നെയാണ്. നല്ല അടിപ്പം ഒരു കുഞ്ഞാണ്. അടുത്ത ജോഡി കാണിച്ചു തരാം. അടുത്ത ജോഡി എന്ന് വെച്ചാൽ നമ്മളൊരു സബ്ജിയല്ല, 2 സബ്ജിയാണ് ജോഡി ഇട്ടത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടയിൽ ഫസ്റ്റ് ഒരു ജോഡി ഇട്ട് അവർക്ക് കൊണ്ടേ കിട്ടിയില്ല. പകരം എവരിയിൽ നമുക്കൊരു കുഞ്ഞടിച്ചെന്ന് പറഞ്ഞാൽ 2 സബ്ജി ജോഡി ഇട്ടതിൽ നമുക്ക് വിരിഞ്ഞത് 2 ചാമ്പയിലാണ്. നമുക്ക് ആഗ്രഹിച്ചൊരു ദൈവം ഒരു കൊണ്ടയിലൊരു കുഞ്ഞ് തന്ന്. അതും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കളറിലാണ്. കണ്ട, ചാമ്പയിലാണ് കേട്ടോ കുഞ്ഞ്. ഇതാണ് കൊണ്ടയിൽ, ചാമ്പയിലാണ്. അപ്പം 2 കുഞ്ഞുണ്ട്. 2 സബ്ജിയിൽ ഇറങ്ങി 2 കുഞ്ഞുങ്ങളാണ് കേട്ടോ. അടുത്ത ജോഡി വരുമ്പോൾ നമ്മളെ മശപ്പുള്ളി ജോഡിയാണ്. മശപ്പുള്ളി മെയിലും ജാക്കോയിൽ ഫീമെയിലും. ഇവർക്കൊരു കുഞ്ഞിരിപ്പുണ്ട്. 2 കുഞ്ഞാണ്. ഇവരെ ഇളയ കുഞ്ഞാണ് നമ്മൾ മാറ്റിയ
ജാക്ക് ഷായിൽ മെയിലും ജാക്ക് റോക്കുള്ള ഫീമെയിലും മാറ്റി വെച്ചത്. ഇവർക്കിപ്പോൾ ഈ ഒരു കുഞ്ഞ് മൂത്ത കുഞ്ഞാണ്, ജാക്ക് പുള്ളിയിലാണ് കുഞ്ഞിരിക്കുന്നത്. അടുത്ത ജോഡി കാണിച്ചുതരാം. നമ്മൾ മുട്ട മാറ്റി വെച്ചൊരു പ്രാവാണ്, നമ്മളെ ഫോസ്റ്റേഴ്സാണ്, നാടൻ പ്രാവുകൾ. നമ്മളൊരു മെയിൻ പ്രാവിൻ്റെ ഒരു മുട്ട മാറ്റി വെച്ചെടുത്തതാണ്. നിങ്ങളൊന്ന് ഗസ് ചെയ്ത് പറയണം ഇത് ഏത് പാരൻറ്റിൻ്റെ കുഞ്ഞാണില്ലെന്ന് നിങ്ങൾ ഗസ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കറക്റ്റായിട്ട് പറഞ്ഞവർ എത്ര വരെ നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ കൂട്ടിലെ പ്രാവുകളെല്ലാം കണ്ട്, അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഇപ്പുറത്തെ കൂട്ടിലോട്ട് വരാം. ഇപ്പുറത്തെ കൂട്ടി വരണമെങ്കിൽ ഇവർക്കും നമ്മളെ കോയമ്പത്തൂർ മെയിലും നമ്മളെ കണ്ണാടിക്കര ഫീമെയിൽ 2 കുഞ്ഞിരിപ്പുണ്ട്. 2 നല്ല അടിപൊളി തന്ത വഴിയാണ് 2 കുഞ്ഞും അടിച്ചിട്ടുള്ളത് കേട്ടോ, അടിപൊളി കുഞ്ഞുങ്ങളാണ്. പിന്നെ അടുത്ത ജോഡി വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സബ്ജറക്കുള്ള, ഇവർക്കും മുട്ട ഇട്ടായിരുന്നു, പക്ഷേ കുഞ്ഞ് ഇല്ലായിരുന്നു. അടുത്ത സ്റ്റെപ്പ് നമ്മൾ റെഡിയാക്കും, ജോഡിയിട്ട് കുഞ്ഞെടുക്കുന്നതാണ്. അടുത്ത ജോഡി വരുന്നത് നമ്മുടെ ഷായിലി മെയിലും റക്കുള്ള ഫീമെയിൽ. ഇവർക്ക് 2 കുഞ്ഞിരിപ്പുണ്ട്. ഷായിലിൽ തന്നെയാണ് 2 കുഞ്ഞിരിക്കുന്നത്, 2 അടിപൊളി കുഞ്ഞിരിപ്പുണ്ട്. അടുത്ത ജോഡി വരുമ്പോൾ നമ്മളെ സുറുമയിൽ മെയിലും ചാക്കിപ്പുള്ളിയിൽ ഫീമെയിലുമാണ്. ഇവർക്കും 2 കുഞ്ഞിരിപ്പുണ്ട്, കാണിച്ചു തരാം. ഒരു സുറുമയിലും ഒരു ചാക്കിപ്പുള്ളിലാണ് കുഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ജോഡി വന്നിട്ട് നമ്മളെ ഷായിലി മെയിലും ചാമ്പ ഫീമെയിലും. അവർക്കും 1 കുഞ്ഞിരിപ്പുണ്ട്. 2 എഗ്ഗ് ചെയ്താണ്, 1 കുഞ്ഞ് ചത്തുപോയി. ഇപ്പോൾ 1 കുഞ്ഞിരിപ്പുണ്ട്, നല്ല അടിപൊളി കുഞ്ഞാണ്. പിന്നെ ഈ ഇവിടെ കിടന്ന ഒരു ജോഡി, അതായത് നമ്മൾ പിരുത്ത് മാറ്റി ഇട്ടിട്ടുണ്ട്. കാരണം ചെറിയൊരു ഉണക്കും കാര്യങ്ങളൊന്നും മാറ്റി. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞിനെ പേരൻ്റ് നല്ലപോലെ കൊത്തി അങ്ങനെ തലയിൽ ചെറിയൊരു മുറിവുണ്ട്. അപ്പം കുഞ്ഞിനെ മാത്രം ഇവിടെ നമ്മൾ ഹാൻഡ് ഫീഡാണ് ഇപ്പോൾ ചെയ്യണത്. പാരൻറ്റിനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്, കിടിലൻ കുഞ്ഞാണ് കേട്ടോ. പിന്നെ നമ്മുടെ ധാരമയിലും നമ്മളെ വെള്ള ഫീമെയിലുമാണ്. അവർക്ക് 2 നല്ല കിടിലൻ കുഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മെയില് നല്ല അഗ്രസീവാണ്, ഫീമെയിൽ 2 കുഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അടുത്ത ജോഡി, അടുത്തത് നമ്മളെ സുർമറക്കുള്ളയും ദുമ ഗുല്ലറക്കുള്ളയും ജോഡിയാണ്. അവർക്ക് 1 കുഞ്ഞിരിപ്പുണ്ട് കേട്ടോ. 2 മുട്ടയിട്ട് 1 കുഞ്ഞ് ചത്തുപോയി. ഇപ്പോൾ അടുത്ത 2ാമത് എഗ്ഗ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ എഗ്ഗ് വയ്ക്കില്ല, നമ്മൾ ഈ എഗ്ഗ് എടുത്ത് കളയും കേട്ടോ. നമ്മളിനി അടുത്ത സീസണിൽ ഇവരെയൊക്കെ കുഞ്ഞെടുക്കുള്ളൂ. ഇപ്പം 1 കുഞ്ഞുണ്ട്, മതി. അപ്പം നമ്മളെ 2 കൂട്ടിലെയും പ്രാവുകളൊക്കെ ഉണ്ട്. അപ്പം ഇനി അവരെ ജോഡിയെല്ലാം സെറ്റ് മാറ്റിയിട്ട് ഇതിൽ കുറച്ച് പ്രാവ് സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിൽ ഫുള്ളും മെയിലാണ്, താഴെ ഫുള്ളും ഫീമെയിലാണ്. നമുക്ക് അടുത്ത് ഇവരെ കുഞ്ഞുങ്ങളൊക്കെ പരിവായി കുത്തുതിനാറാകുമ്പോൾ ജോഡി മാറ്റി ഇവരൊന്ന് ജോഡിയിട്ട് ഇവരെ സ്റ്റെപ്പും കൂടെ കുഞ്ഞെടുക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മളെ ഇപ്പോഴത്തെ ഒരു ചെറിയ അപ്ഡേഷൻ എന്ന് പറയണത്. അപ്പം കുഞ്ഞുങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പം നല്ല ടോപ്പ് ക്വാളിറ്റി കുഞ്ഞുങ്ങളാണ്. പാരൻസ് ആയാലും നല്ല രീതിക്ക് പറന്ന കോയമ്പത്തൂർ, നാഗർകോവിൽ, പാലക്കാട് ലൈനേജും പിന്നെ ട്രിവാൻഡ്രം ലൈനേജ്, അങ്ങനെ കുറച്ച് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ പ്രാവുകളാണ് നമ്മളെ ലോഫ്റ്റിലുള്ളത്. പിന്നെ നമ്മൾ ഇത് കുഞ്ഞുങ്ങളിൽ കുറച്ചൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യും. കാരണം നമുക്ക് അടുത്ത ലൈനേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രാവ് ഹോൾഡ് ചെയ്യും. പിന്നെ നമുക്കിവിടെ പറത്തനാസാണ്, പറത്താൻ പറ്റുമെങ്കിൽ നമ്മളിവിടെ പറത്തും. ഇവിടെ പറത്തനാസ് കുറച്ച് ഡാർക്കാണ്, കാര്യം കുറച്ച് സീനാണ്. പ്രാവ് പിടുത്തന്മാരുണ്ട്, കുറച്ച് കൂടുതലാണ് ഇവിടെ. അപ്പോൾ ഓഫ് സീസൺ ആയാലും ഇവിടെ കുറച്ച് സീനാണ്. അപ്പോൾ നമ്മൾ നോക്കും, മാക്സിമം നമ്മൾ നോക്കും. പിന്നെ കുഞ്ഞുങ്ങൾ നമ്മൾ അധികം നമ്മളോട് നിർത്തൂല, കുറച്ച് നമ്മൾ സെയിൽ എന്ന് വെച്ചാൽ പകുതി പ്രാവ് നമ്മൾ സെയിൽ ചെയ്യും, കുഞ്ഞുങ്ങൾ സെയിൽ ചെയ്യും. അത് കുഞ്ഞുങ്ങൾ റെഡി ആകുമ്പോൾ നമ്മൾ അതിൻ്റെ അപ്ഡേഷനായിട്ട് ഒരു വീഡിയോ ചെയ്യും. കുഞ്ഞുങ്ങളെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയുള്ള വേറെ വിശേഷമൊന്നുമില്ല. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. മാക്സിമം എല്ലാവരായിട്ടും വീഡിയോ എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം, അതുവരെ ഗുഡ് ബൈ.